ഹായ് എവരിവൺ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഗോസ് എലിമിനേഷൻ മെത്തേഡായിരുന്നു. അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ കണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഇക്വേഷനെ Ax=b എന്നുള്ള ഒരു മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. അതിനെ റോ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് അൺനോൺസ്, അതായത് x1 x2 എക്സെട്ര x എന്ന് പറയുന്ന ആ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളത് കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സ് പറഞ്ഞായിരുന്നു. അതായത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് എ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ദെൻ നമ്മൾ അടുത്തത് പറഞ്ഞത് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് ഹാസ് നോ സൊല്യൂഷൻ. ദെൻ അടുത്തൊരു കേസ് വരുന്നത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്, എ ബി എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെ റാങ്ക് ഈക്വൽ ആണ്. ദെൻ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി കൺസിസ്റ്റൻ്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ വരുന്ന ടൈപ്പ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്, അതായത് കൺസിസ്റ്റൻ്റ് ആണ് ബട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സോൾവ് ദ ഫോളോയിങ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് y + z - 2 omega = 0. നെക്സ്റ്റ് വൺ 2x - 3y - 3z + 6w = 2. ദെൻ അടുത്തത് 4x + y + z - 2w = 4. അപ്പോൾ 3 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ അൺനോൺസ് ആരൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ, ഇസഡ് ആൻഡ് ഡബ്ല്യു. ഇത്രയും അൺനോൺസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്ക് കൊടുക്കുകയാണ്, Ax=b എന്നുള്ള ഫോമിലേക്ക്. അപ്പം എ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എങ്ങനെ എഴുതുന്നത്? എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സിന് കോഎഫിഷ്യൻ്റ് ഇല്ല, അപ്പോൾ 0 കൊടുത്തു. ദെൻ വൈയുടെ കോഎഫിഷ്യൻ്റ് 1 വരും, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആൻഡ് ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻ്റ് -2. അത് ഫസ്റ്റ് റോയിൽ കൊടുത്തു. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, അത് സെക്കൻഡ് റോയിൽ വരും. വൈയുടെ കോഎഫിഷ്യൻ്റ് -3, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് -3, ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻ്റ് 6 സെക്കൻഡ് റോ ആയി. തേർഡ് റോയിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4, വൈയുടെ കോഎഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആൻഡ് ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻ്റ് -2. അപ്പോൾ എ എന്ന മെട്രിക്സ് എഴുതി. ഇനി എക്സ് എന്ന് പറയുന്നത് Ax=bയിലെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ അൺനോൺസ് ആയിരുന്നു. ദാറ്റ് ഈസ് എക്സ്, വൈ, ഇസഡ് ആൻഡ് ഡബ്ല്യു. അത് കോളം വെക്ടറായിട്ടാണ് നമ്മൾ എഴുതുന്നത്. =b. ബി എന്ന് പറയുന്നത് ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന വാല്യൂസ് ആണ്. അപ്പോൾ 0, 2, 4 വരും. അപ്പോൾ Ax=b എന്നുള്ള ഫോമിൽ എഴുതി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതും. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആൻഡ് ബി മെട്രിക്സ് നമ്മൾ അതിനെ ക്ലബ് ചെയ്ത് ഒന്നിച്ചാക്കി എഴുതുന്നു. അപ്പം എ ബി എഴുതി. ആദ്യം എ കൊടുത്തു, എ ഇത്രയും വരും, ദെൻ ബിയും കൂടെ കൊടുത്തു. എ ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? നമുക്ക് ഈ എ ബി എന്ന മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോക്കി ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ എപ്പോഴും അതിന് താഴെയുള്ള റോസൊക്കെ നോക്കിയേ, ഫസ്റ്റ് കോളത്തിൽ തന്നെ നോൺ സീറോ എലമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ റോസ് തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം R1ഉം R2ഉം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു, ഓരോ റോയിലെയും നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോം എന്താണെന്ന് വെച്ചാൽ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം. അതിൻ്റെ താഴോട്ടുള്ള റോസിലായിരിക്കണം നമ്പർ ഓഫ് സീറോസിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരേണ്ടത്. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ റോ നോൺ സീറോ എലമെൻറ്റ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് എലമെൻറ്റ് നോൺ സീറോ അല്ലാത്ത റോ ഉള്ളത് കൊണ്ട് ആ റോ ആയിട്ട് നമ്മൾ ആദ്യം ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ R1ഉം R2ഉം കൂടി നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു.
ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഓക്കെ ആയി അല്ലേ, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തായിരുന്നു ചെയ്യുന്നത്, ആ എലമെൻറ്റിന് താഴെയുള്ള, അതായത് ഈ 2-ന് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്താക്കണം, 0 ആക്കണം. അപ്പം ഈ എലമെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 0 ആണ്, അപ്പോൾ അതിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. ദെൻ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ 0 ആക്കണം. അപ്പോൾ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താ, 4. ഈ 4-നെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 - 4 ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, R3, 4 എന്ന് പറയുന്നത് ഏത് റോയിലാണ് കിടക്കുന്നത്, R3 എന്ന റോയിലാണ് കിടക്കുന്നത്. R3 എന്ന റോയ്ക്കാണ് നമ്മൾ ചേഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ R3യിൽ നിന്ന് 4ൽ നിന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ നോക്കി 2 ഉണ്ട്. ഫസ്റ്റ് റോയുമായിട്ടാണ് നമ്മൾ ഇൻ്റർചേഞ്ച്, അതായത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. അവിടെ 2 ഉണ്ട്, അവിടെ 4 ആവാൻ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ റോയെ കംപ്ലീറ്റ്ലി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ R3 - 2R1 എന്നുള്ള റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് 4ൽ നിന്ന് 4 - 2 × 2R1, അപ്പോൾ 2 × 2 4 ആകുമ്പോൾ 4 - 4 = 0 വന്നു. ആ എലമെൻറ്റ് നമ്മളിവിടെ കൊടുത്തു. അടുത്ത് എന്താ ചെയ്യേണ്ടത്, 1 - 1ൽ നിന്ന് 2R1 കൊടുക്കാം. അപ്പോൾ 2 × -3 എന്ന് പറയുമ്പോൾ -6, അപ്പോൾ 1 + 6 = 7 വന്നു. ആ 7 ആണ് ഇവിടെ കൊടുത്തത്. അടുത്തതും സെയിം തന്നെ വരും, 1 + 6 = 7 വരും. അടുത്ത എന്താ, -2, അടുത്തത് വരുന്നത് എന്തായിരുന്നു, സോറി, ഈ -2 - 2 × 6, അപ്പം 12 വരും. -2 - 12 എന്ന് പറയുമ്പോൾ -14 കിട്ടും. -14 എന്നുള്ള വാല്യൂ കിട്ടി. അടുത്ത് എന്താ ചെയ്യുന്നത്, 4 ലാസ്റ്റ് എലമെൻറ്റ് 4 ആണ്. ഈ 4 - 2 × 2 4, 4 - 4 = 0 കിട്ടി. അപ്പം നമ്മുടെ ലാസ്റ്റ് റോ ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 2 ആയിരുന്നു, അതിന് താഴെയുള്ള 2 എലമെൻറ്റ്സിനെ 0 ആക്കി. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ, സെക്കൻഡ് റോ നോക്കുക. സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് 0 ആയി, അടുത്ത എലമെൻറ്റ് 1 ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 1-ന് താഴോട്ടുള്ള എലമെൻറ്റ്സിനെ എല്ലാം 0 ആക്കണം. അതായത് ഈ 7-നെ 0 ആക്കണം. അപ്പോൾ 7-നെ 0 ആക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ R3 എന്ന റോയ്ക്ക് തന്നെയാണ് റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. അത് ഏതുമായിട്ടാണ്, നമ്മൾ ഇനി R1-ഉമായിട്ട് നമ്മൾ ഒരിക്കലും റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കത്തില്ല. R1-ഉമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ R2-ആയിട്ട് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ R3യിൽ നിന്ന് എന്ത് 7 - 7 ചെയ്താലേ 0 ആവത്തുള്ളൂ. അപ്പം 7R2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 0 ആണ്, അതിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അടുത്തത് 7 - 7 = 0 വരും. അടുത്തതും 7 - 7 = 0 വരും. അടുത്തത് -14 - 2, അപ്പോൾ -14 + 14 = 0 വരും. അടുത്ത എന്താ, 0, അത് 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് റോ എന്തായി, കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ റോ ട്രാൻസ്ഫോർമേഷൻസ് കംപ്ലീറ്റ് ആയി. നോട്ട് സീറോ എലമെൻറ്റ്സ് എല്ലാം ഓക്കെ. ഇനി നമ്മൾ നോക്കിയേ, റാങ്ക് ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താ, ഈ കംപ്ലീറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് = ഏതാ, ലാസ്റ്റ് റോ മാത്രം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ഇപ്പോൾ 2 നോൺ സീറോ റോസ് ഉണ്ട്. റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് 2 ആണ്. ഇനി റാങ്ക് ഓഫ് A എങ്ങനെയാണ് നോക്കുന്നത്, A എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ ഇത്രയും വരുന്ന പോർഷൻ ആയിരുന്നു അല്ലേ, അതിൻ്റെ എത്ര, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര, 2 എണ്ണമുള്ളത്. അപ്പം റാങ്ക് ഓഫ് Aയും 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A ആണെന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താ, ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇനി അത് യുണീക്ക് ആണോ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, നമ്മൾ എങ്ങനെയായിരുന്നു നോക്കുന്നത്, നമ്പർ ഓഫ് അൺനോൺസ് നോക്കുക. എത്ര അൺനോൺസ് ഉണ്ടായിരുന്നു ഇവിടെ, X, Y, Z, W, 4 അൺനോൺസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A, നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് റിവേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ, നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് ചെയ്യുന്നത് AX = B എന്നുള്ള ഫോമിലേക്ക് തിരിച്ചെഴുതുക. അപ്പോൾ എന്താ, A എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആണല്ലോ, അപ്പോൾ അതെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ A കൊടുത്തു. പിന്നെ X എന്ന് പറയുന്നത് X, Y, Z, W ആണ്. B എന്ന് പറയുന്നത് എന്ത് കൊടുത്താൽ മതി, ആ 2 റോ മാത്രം 2 0 എന്ന് മാത്രം കൊടുത്താൽ മതി. സോ നമ്മളതിന് ഇക്വേഷൻ എഴുതുക. എന്ത് വരും, ആദ്യം 2 × X 2X -3y -3z + 6w = 2 എന്ന് വരും. ഓക്കെ, ആദ്യത്തെ ഇക്വേഷനായി. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, 0 × X, എക്സിൻ്റെ ടേം വരത്തില്ല. 1 × Y, Y
പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2w ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയുള്ളൂ, പക്ഷേ എത്ര അൺനോൺസ് ഉണ്ട്? 4 അൺനോൺസ് ഉണ്ട്. അൺനോൺസ് 4ആണ്, റാങ്ക് എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് നമ്മൾ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും രണ്ട് വേരിയബിൾസിന്, അതായത് ഫ്രീ വേരിയബിൾസിന്, അതായത് ഇവിടെ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്, റാങ്ക് 2 ആണ്. അപ്പം നമ്മൾ n-r വേരിയബിൾസിന് ആർബിട്രറി ആയിട്ട് വാല്യൂ ചൂസ് ചെയ്യും. എപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾ ഓർക്കുക. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിച്ചാൽ നമ്പർ ഓഫ് അൺനോൺസിൽ നിന്ന് റാങ്ക് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന അത്രയും വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂ കൊടുക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ വേരിയബിൾസ് ആയിട്ട് n-r വാല്യൂസിന് നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂ കൊടുക്കും. അപ്പോൾ n-r എത്ര? 4 - 2 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊത്തം 4 വേരിയബിൾസ് ഉണ്ട്. അതിൽ 2 വേരിയബിൾസ് നമ്മൾ ആർബിട്രറി ആയിട്ട് ചുമ്മാ അങ്ങ് വാല്യൂ കൊടുക്കുക. എന്ത് വാല്യൂ വേണമെങ്കിലും അതിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പേർ കൊടുത്തു. w ഈക്വൽ ടു t1 എന്നും കൊടുത്തു, z ഈക്വൽ ടു t2. നമ്മൾ ഇഷ്ടമുള്ള t1 t2 ഏത് വാല്യൂ വേണമെങ്കിലും, അതാണ് നമ്മൾ പറഞ്ഞത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. w ഈക്വൽ ടു t1 കൊടുത്തു ആൻഡ് z ഈക്വൽ ടു t2 എന്ന് കൊടുത്തു. അപ്പം നമ്മൾ w-ന് t1 കൊടുത്തു, z-ന് t2 കൊടുത്താൽ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ y പ്ലസ് z മൈനസ് 2w ഈക്വൽ ടു 0 എന്ന ഇക്വേഷനകത്തുനിന്ന് y കണ്ടുപിടിക്കാമല്ലോ. അതായത് ആ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് y ഈക്വൽ ടു 2w മൈനസ് z എന്ന് എഴുതാം. അതിന് w-ന് നമ്മൾ കൊടുത്ത വാല്യൂ എന്തായിരുന്നു? t1 ആണ്. അപ്പോൾ 2t1 മൈനസ് t2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 2t1 മൈനസ് t2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് 3 പേര്, w-ൻ്റെ വാല്യൂ ആയി, z-ൻ്റെ വാല്യൂ ആയി, y-യുടെ വാല്യൂ ആയി. ഇതെല്ലാം കൂടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 1 എന്നും കിട്ടും. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, x ഈക്വൽ ടു 1 എന്നും കിട്ടും. അപ്പം നമുക്ക് x-ൻ്റെ വാല്യൂ ആയി, y-യുടെ വാല്യൂ ആയി, z-ൻ്റെ വാല്യൂ ആയി, w-ൻ്റെ വാല്യൂ ആയി. അപ്പം നമ്മുടെ സൊല്യൂഷൻ സെറ്റ് കിട്ടുമല്ലോ. ക്യാപിറ്റൽ X എന്ന് പറയുന്നത് x, y, z, w ആയിരുന്നു. അതിൻ്റെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ആക്ച്വലി നമ്മൾ പറഞ്ഞായിരുന്നു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ എവിടുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ? നമ്മളിവിടെ ആർബിട്രറി ആയിട്ട് കൊടുത്ത വാല്യൂസില്ലേ, w ഈക്വൽ ടു t1 ആൻഡ് z ഈക്വൽ ടു t2. അപ്പോൾ ഈ t1-നും t2-നും എന്ത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. t1-ന് 1 ആവാം, t2-നും 1 ആവാം, t1-ന് 2 എടുക്കാം, t2 -3 ആവാം. അങ്ങനെ ഇഷ്ടമുള്ള ആർബിട്രറി ആയിട്ട് നമുക്ക് ഈ t1 t2-ന് ഏത് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ x എന്ന് പറയുന്ന സെറ്റ് എന്താവും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അതിനുണ്ടാവും. t1-ൻ്റെയും t2-ൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ അൺനോൺസിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കും. ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ n-r, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസ്, -r എന്ന് പറഞ്ഞാൽ ദാറ്റ് റാങ്ക് ഉണ്ടല്ലോ, അത്രയും വേരിയബിൾസ് n-r വേരിയബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ചൂസ് ചെയ്യുക. അത് t1 t2 എന്നോ എ ബി എന്നോ എന്ത് വാല്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള എക്സ് വൈസോ ഏതാണോ അതനുസരിച്ചുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ അതിന് കൊടുക്കാം. അതനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ സെറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ്റെ പ്രോബ്ലം കണ്ടു. ഇൻകൺസിസ്റ്റൻ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവും. ഇനി കൺസിസ്റ്റൻ്റ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ അതുപോലത്തെ ഉള്ള കുറച്ച് പ്രോബ്ലംസാണ് താഴോട്ട് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക്